ഹേ ഓൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ ഒരുപാട് ദിവസത്തെ ഏകദേശം എത്ര ദിവസമായി അതായത് പ്രസവിച്ച് ഇങ്ങോട്ട് വന്ന് അന്ന് തുടങ്ങിയ എന്താണ് സെർച്ചിങ്ങിലാണ്. ഫൈനലി ഇനി എന്തെങ്കിലും വരാണ്ടോ? ഇനി എന്തോ ഒരു സാധനം കൂടിയേ വരാനുള്ളൂ. ഞാൻ അതിന് കാത്തുനിന്നിട്ട് കുറേ ദിവസമായി. ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആണുങ്ങൾ കുടിയിരിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വല്ലാതെ ഒന്നും നോക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ വീടായി ഇനി അതിൻ്റെ ബാധ്യതയും ലോണും കാര്യങ്ങളും അടവൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് നടക്കും. നേരെ മറിച്ച് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താക്കും, ആ വീടിനെ എങ്ങനെ ഭംഗി ഓല് പിന്നെ പണി തുടങ്ങുക. ആ വീടിനെ ആ കിച്ചൺ എങ്ങനെ ആക്കണം, ഇനി ആ ലിവിങ് എങ്ങനെ ആക്കണം. കാരണം ഇപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ വീടിൻ്റെ ഓരോ ഭംഗി കൂട്ടാനുള്ള ഓരോ പോട്ടാണെന്നുണ്ടെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും അതിനെങ്ങനെ ഭംഗി കൂട്ടാന്നുള്ളത് എന്താക്കും ഇവരിങ്ങനെ സെർച്ച് ചെയ്ത് അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ഏകദേശം എത്ര രൂപന്റെ ഈ പർച്ചേസ് ചെയ്തു? ഒരു 10,000-10,000 ഉള്ളിൽ പർച്ചേസ് ചെയ്തിക്കണ്. അതിൽ കൂടേണ്ടി ആയിരുന്നില്ല. കുറേ സാധനം വരിക റിട്ടേൺ അയക്കുക. അങ്ങനെ ഫൈനലി ഒരു സാധനം മാത്രം ബാക്കി നിൽക്കുക, ബാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെറ്റ് ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചുതരാം. ക്ലീനിങ്ങും കാര്യങ്ങളും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മളെ ലിവിങ് എങ്ങനെ സെറ്റ് ചെയ്തെന്നില്ല കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ മറ്റേ നാച്ചുറൽ ചെടി ഇനിയിട്ടുണ്ട്. അതിന് അത് ആകെ ഇതായപ്പോൾ ഞങ്ങളൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം ഉള്ളത് തന്നെയാണ്. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെച്ചിരുന്ന ചെടി ഇതൊക്കെ ഇനിയിട്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പുതിയത് ചെയ്തപ്പോൾ ഈ ഷെൽഫ് ഇവിടെ വെറുതെ ഒഴിഞ്ഞിക്കായതുകൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് മാറ്റി. അടുത്ത നമ്മുടെ നടുമുറ്റട്ടോ. നടുമുറ്റത്ത് ആദ്യത്തെ ചെടി തന്നെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റിലെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. അതിൻ്റെ അത്ര എന്തായാലും ഇത് എത്തൂല. പിന്നെ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് പോട്ട് വെച്ചിട്ടുള്ള ചെടി ഇതിൽ വെക്കാൻ നടക്കൂല. അപ്പം അത് അത്രയും ഹൈറ്റില്ലേ കിട്ടണം. അപ്പോൾ ഈ ഒരൊറ്റ പീസ് അവിടെ ഉള്ളൂ ഇനി. അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അതിനുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറൽ ഇനി. അപ്പോൾ അത് അതിൻ്റേതായ ഭംഗി ഉണ്ടാവും. ഇത് ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതും നമ്മളെന്താണെന്ന് വെച്ചാൽ അത്രയും നോക്കിയിട്ട് ഒറ്റ അടിക്കുന്ന ഒരാൾക്ക് ഇത് ആർട്ടിഫിഷ്യൽ ആണോ നാച്ചുറൽ ആണോ എന്നുള്ളത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചകിരിയിലുണ്ടാണ് ഈ ഒരു ചകിരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ അങ്ങനെ ഒരു ലാമ്പ് ഇത് നമ്മൾ വാങ്ങി ഇപ്പൊ ലാസ്റ്റ് ഇവിടെ പോയപ്പോ സിസോന്ന് വാങ്ങിയതാണ്. ഇത് ഓൺലൈനാണ് ഗൈസ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെറുതെ നമ്മളെ കുട്ടി ഇതാവണേന് അങ്ങനെ ലാമ്പാക്കി വാങ്ങിയത് ഇനി. അപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഇവിടെ വെച്ച്. പിന്നെ ഇവിടെ അതാ 2 കുഷ്യൻ, ഒരു പിങ്കിലും ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയിട്ട് കാണാം. ഇത് എവിടെ മീഷോന്ന് വാങ്ങിയാ? ഇത് ആമസോണിൽ വാങ്ങിയാണ്. ഇത് എന്താ പ്രൈസ് വരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ല. നല്ല വലിയ പ്രൈസിനൊന്നും ഞാൻ എടുത്തില്ല. നമുക്ക് ഒതുങ്ങണം ഇങ്ങനെ നോക്കി എടുത്തതാണ് ഗൈസ്. ഇവലൊക്കെ ഇപ്പോൾ സ്റ്റഡി ഏരിയ ആണ് ഞങ്ങളിത് സെറ്റ് ചെയ്തത്. അപ്പം ഇനി ഇവലൊക്കെ പഠിക്കാനാകുമ്പോൾ ഇനി ഓലേതായ കാര്യങ്ങളൊക്കെ ഓല് ചെയ്തു. അപ്പോൾ ഈ ലിവിങ്ങിൽ നമ്മൾ നാച്ചുറൽ ചെടി ഫുള്ള് ഇവിടുന്ന് മാറ്റി ഗൈസ്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇല്ലാത്തതും പ്രോപ്പറായിട്ട് നനക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ തന്നെ ആക്കി. പിന്നെ നമ്മുടെ ടേബിളിൽ നമ്മൾ വരുത്തിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ റണ്ണർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വുഡൻ്റെ ട്രേ വെച്ചു. ഇതിലിങ്ങനെ ഒരു ചെടി. ഇത് പിന്നെ ആർട്ടിഫിഷ്യൽ കാൻഡിലാണ് കേട്ടോ. ഇത് ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. നാച്ചുറലിനെ വെല്ലെന്ന് പറയും ഇതൊക്കെ. ആദ്യം ഞാൻ വിചാരിച്ചതേ ഇത് കേടുവരികയെന്ന്. പിന്നാണ് മനസ്സിലായ മെഴുകുതിരി കത്തും പോലെ പോലും കെടുക ആ ഒരു ടൈപ്പ്. ഇതിൽ മെഴുകുതിരി ഇങ്ങനെ കത്തണ ഒരു ഫീല് കിട്ടും. കെട്ടിട്ടും അതേമാതിരി കത്തിയിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ആരൊക്കെ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും എല്ലാം നല്ലതാ വെച്ച ടേബിൾ മാത്രം പോരാന്ന്. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കുള്ളൊരു മറുപടി നമ്മൾ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്തിരുന്ന കളർ കോമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി കർട്ടന് ഈ ഒരു കളറ്, ജനലിന് വൈറ്റ്, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വുഡ്. ആ വുഡിലേക്കാണ് നമ്മുടെ വീട്ടിലെ ടേബിൾ ആണെന്നുണ്ടെങ്കിലും ചെയർ ആണെന്നുണ്ടെങ്കിലും ഇനി എന്തായാലും പറയുക ഊഞ്ഞാലാണെന്നുണ്ടെങ്കിലും പിന്നെ സ്റ്റഡി ഏരിയയും മൊത്തത്തിൽ ഒരു വുഡ് ആൻഡ് ടൈപ്പും പാടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ട്രഡീഷണലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണലും പിന്നെ നമ്മൾ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് ഈ പർച്ചേസ് ചെയ്തത്? ഇതൊക്കെ ആമസോണാണ്. നമ്മൾ പെരിന്തൽമണ്ണ
ഓക്കെ, അതായത് ഒരു സിൽവർ സിൽവർ. ഈ ഒരു ക്യാൻഡില് നമ്മള് എവിടുന്ന് വാങ്ങിയേക്കാ? ഐക്കേന്ന് വാങ്ങിയതല്ലേ? വാങ്ങിയതാണ് അന്ന് ഹൗസ് വാമിങ്ങിന്റെ ആ ടൈമിൽ അല്ലേ. എന്നിട്ട് ഇത് ഞാൻ അവിടെ വെച്ചിനി, ആ ഷെൽഫിലേനി വെച്ചിനി. അപ്പൊ എനിക്ക് തോന്നി ഇത് തൂക്കിയിട്ടാലൊന്നും കൂടെ ഭംഗിയുണ്ടാവും. അതിന്റെ ഉള്ളിൽ മെഴുകുതിരിയാണ് കേട്ടോ വരുന്നത്. അത് കത്തിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി. ഇവിടെ ഇങ്ങനെ തുറക്കാം. തുറക്കുന്ന അതിന്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിലുണ്ട്, കത്തിച്ച് നല്ല ഭംഗിയാണ് രാത്രി കാണാൻ വേണ്ടിട്ട്. പിന്നെ നിസ്കാര റൂമിൽ നമ്മൾ വെച്ചത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലവറാണ് ഗൈസ്. ഈ ഒരു ഫ്ലവറേനി ഞാൻ അങ്ങോട്ട് വാങ്ങിനി, വെച്ചിട്ട് അത്ര ഭംഗി തോന്നണില്ല. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തത്, കാരണം റിട്ടേൺ അയക്കാനുള്ള ഡേറ്റും കഴിഞ്ഞു പോയി. പിന്നെ ഇത് നമ്മൾ ഐക്കേന്ന് വാങ്ങിയത് തന്നെയാണ്. ഐക്യ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഐക്കേന്ന് വാങ്ങിയതാണ്. അത് ശരിക്കും ഫ്രൂട്ട്സ് വെക്കണതാണ്. അതിൽ ഫ്ലവർ അല്ലല്ലോ, കൈൽ ക്രോക്കറിയാ? അല്ലല്ല, ഐക്കേന്ന് തന്നെ വാങ്ങി. അവിടെ ഫ്രൂട്ട്സ് വെക്കണ കണ്ടിട്ടാണ് നമ്മളിത് വാങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇതില് ശരിക്കും ടേബിളിൽ ഫ്രൂട്ട്സ് വെക്കണതാണ്. സാധാരണ ഇപ്പൊ നമ്മൾ ടേബിളിൽ കഴിക്കാത്തതുകൊണ്ട് ഇപ്പൊ അതിൽ പൂവാണ് വെച്ചിട്ടുള്ളത്. ആ ഫ്ലോറൽ ഫ്ലവർ ഇല്ലേ, മറ്റേ സ്പ്രേ ചെയ്തിട്ട് സ്മെല്ലുണ്ടാവും നിസ്കാര റൂം ആകുമ്പോൾ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു വാൾ സ്റ്റിക്കറും. അപ്പൊ ഈ ഗ്യാപ്പിൻക്കാണ് ഇനി സാധനം വരാനുള്ളത്. അതായത് 3 കുഷ്യനും ഒരു പില്ലോ കവറും. അപ്പൊ അതും കൂടി വെക്കുമ്പോ ഇവിടെ ഞാൻ അവിടെ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയപ്പോ നല്ല രസമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ആണ്. അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്യാണ്ട് വന്നിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലിവിങ്ങിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോട്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇവിടെ വെച്ചിരി. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങോട്ട് വാങ്ങിയത്. ഇത് പൂവും പോട്ടും വെവ്വേറെയാണ്. ഇങ്ങനെ വാങ്ങി വെച്ചതാണ് ഗൈസ്. ആമസോണിൽ നിന്നല്ല നമ്മൾ പർച്ചേസ് ചെയ്തത്. മീഷോ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അങ്ങനെ കാട്ടും കൂടെ ഒക്കെ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഇത് പിന്നെ ആദ്യമേ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഉള്ളതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു യൂണിക്കോണിൻ്റെ ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ കിച്ചണിൽ നമ്മൾ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല കേട്ടോ. നമ്മളൊക്കെ ആദ്യം ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു സംഭവം ഞാനിങ്ങനെ ആ പെരിന്തൽമണ്ണ ഷോപ്പിൽ നിന്ന് കണ്ടപ്പോൾ ഇത് കത്തിട്ട് ഗൈസ്. ഇത് കണ്ടോ, ഇതെവിടെ ഒന്ന് തൂക്കിയിടണം അല്ലേ, നല്ല രസമുണ്ടാവും. മെയിനായിട്ട് എനിക്ക് ഇതിലേക്ക് എത്തിയത് എങ്ങനെയാ വെച്ചാലേ, നമ്മൾ പുതിയ ബ്രാൻഡ് തുടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബോളത്തെ റൂമിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ അവിടേക്ക് ഇങ്ങനെ തിരഞ്ഞപ്പം എനിക്ക് തോന്നുന്നു അതിലേക്കാൾ ഉഷാറായത് വന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ അടിയിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. അങ്ങനെ ആയി. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്നില്ല കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ക്ലോക്ക് ഏതായാലും നമ്മളെ വീട്ടിന് പറ്റിയ തീം തന്നെ അല്ലേ. ഭയങ്കര കോസ്റ്റ്ലി ക്ലോക്കാണ്. ഒരു തിരൂരിന്ന് വന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവന്നതാണ്. അപ്പം അത് ഞങ്ങൾ ഇവിടെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളെ മിറർ ആദ്യം ഇവിടെ ഗൈസ്, അത് നമ്മൾ അങ്ങോട്ട് മാറ്റി. അതായത് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. പക്ഷെ ഇതിൽ ഒരു ദിവസം പോലും ഞാൻ കടന്നുറങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മളിനി ഇത് നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ കട്ടിൽ ഇവിടുന്ന് കുറച്ച് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി അവിടെ ഒരു സ്പേസ് ആക്കി മാറ്റണം. അതെന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഡ്രസ്സ് അയച്ചിടും നമ്മൾ അതിന് വേണ്ടി വാങ്ങിയത്. പക്ഷെ അത് ഇതിന്മേൽ വെച്ചപ്പോൾ ഭയങ്കര ബോറ്. ചിന്തിക്കരുത് കേസ്, നമ്മളിപ്പോ വീഡിയോ എടുക്കണത് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കുന്നത്. ബാഗിന്റെ കളക്ഷൻസ് തൂക്കാനുള്ള ഒരു സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ നിൽക്കുന്ന ചെടി നമ്മൾ ഖത്തർ ഐക്കേന്ന് വാങ്ങിയതാണ് അല്ലേ. ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നത്, അത് വേറെ എവിടേക്ക് മാറ്റുമോ? മാറ്റണോ? അല്ല ചോദിക്കാം. അവിടെ നമുക്ക് പുതിയൊരു പോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സെറ്റ് ചെയ്ത സ്ഥലം ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നത് നേരെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. മരത്തില് ഫ്രെയിം ചെയ്ത സാധനം ഒരു ഗിഫ്റ്റ് എന്നാണ്. പണ്ട് ഇവൾക്ക് മഹർ എടുത്തതെന്ന് അത് കൈപ്പണിയാണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി, മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു ഗൈസ്. ഇത് നമ്മൾ എടുത്തത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരിൽ നിന്നാണ് ഈ ഒരു ചെടി എടുത്തത്. അതിൻ്റെ അടിയിലുള്ള പോട്ട് എടുത്തത് ഇപ്പോൾ ആമസോണിൽ നിന്നാണ്. അതിൽ ലൈറ്റ് എടുത്തതും ആമസോണിൽ നിന്നാണ് അല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിൻ്റെ ബാക്കിലിരിക്കുന്ന കുഷൻ താഴത്തുള്ള അതേ കുഷൻ്റെ സെയിമാണ്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോയിലാണ്. കാരണം ഈ ഒരു ഫ്രെയിമിൽ നോക്കിയിട്ട് അവൾക്ക് സെൽഫി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മിറർ നേരെ അങ്ങോട്ട് വെച്ച് ആ മിററിന് സജഷനായിട്ട്. അപ്പോൾ ഇതാ വെടിക്ക് നമ്മളിത് നാച്ചുറലാണ് കേട്ടോ ഗൈസ്, പാമ്പാസ് ഗ്രാസ്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു സ്റ്റൂള്, ഈ ഒരു പോട്ട്, പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ വലിയ ജൂട്ടുണ്ട് എന്ന് വിചാരിച്ചിനി. പക്ഷേ ഓൾറെഡി നമുക്ക് കാർപ്പറ്റ് ഉള്ളതുകൊണ്ട് അതങ്ങനെ വിരിച്ചിട്ട് ഈ ഒരു സംഭവം ഇവിടെ അങ്ങനെ വെച്ചു. ഇതാ മെയിനായിട്ട് 2 കുഷൻ തന്നെ ആ സെയിം കളർ കുഷൻ തന്നെ വെടുക്കും വെച്ചു. എന്തായാലും സെറ്റ് ചെയ്തൊക്കെ കണ്ടില്ല. അപ്പോൾ സെറ്റ് ചെയ്തതിൻ്റെ അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കാമല്ലേ. കാരണം കുറേ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ നിന്നൊരു പൈസ വാങ്ങില്ല കേട്ടോ, അവനാൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. നോക്ക് ഇജൊന്ന് വീഡിയോയിലേക്ക് ഇതൊക്കെ എന്നെ കാണാൻ ആൾക്കാർ നിൽക്കുന്നു. ഒരു ഹായ് പറയും, ഒരു ഹായ് പറയും, ഒരു ഡാൻസ് കളിച്ചു കൊടുത്താ. താനെ താനാനെ താനാനെ താനെ താനെ താനാനെ. മാലയൊക്കെ വാങ്ങണം ഗൈസ്. നമുക്ക് ഇനി റോൾഡ് ഗോൾഡ് ഇട്ടു എനിക്ക് സ്വർണ്ണ വെച്ച് കടിച്ച് പൊട്ടിച്ചാലേ ഭയങ്കര വിഷമ. മാലയൊക്കെ കടിച്ചും കണ്ട്. അപ്പൊ എന്തായാലും വീട് കണ്ടില്ലേ, ഒരിക്കൽ കൂടി നമ്മുടെ വീട് കാണിച്ചു തന്നു. ഇതിങ്ങനെ കാണിച്ചു തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ തന്നെയാണല്ലോ ഈ വീട് എന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വീട് സെറ്റ് ചെയ്ത് കാണുമ്പോൾ പിന്നെ അഹങ്കാരം അത് ഇതൊന്നും പറഞ്ഞു വരരുത്. നമ്മള് കുറച്ച് ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഗൈസ് ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ ജിമ്മിന് ഞാൻ പോകുന്നത് AC ജിമ്മിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു AC ജിമ്മിൽ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാനൊരു PT എടുക്കുന്നത്, അതായത് പേഴ്സണൽ ട്രെയിനിങ്. അപ്പോൾ ഒരു മാസം എനിക്ക് ജിമ്മിൻ്റെയും അതേമാതിരി ഫുഡിൻ്റെ ആയിട്ടും നല്ല എക്സ്പെൻസ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഒരു ദിവസം ജീവിക്കുക എന്നുള്ള എല്ലാവരുടെ ആഗ്രഹത്തിൽ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നത്. പൈസ കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടല്ല, പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ, അതായത് ഒന്നുമില്ലാത്തടത്തു നിന്ന് വന്ന ഒരാളത് ചെയ്യുമ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ട് ബാക്കിയുള്ള ആളുകളുടെ കണ്ണിൽ മാറിപ്പോകുന്നത് മാത്രമാണ്. അതായത് നമ്മൾ അന്നും ഇന്നും എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ദിവസം ജീവിക്കുക. ഇതേപോലെ ഒരു വീടാണെന്നുണ്ടെങ്കിലും ഇതിൽ സെറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിലും നല്ലൊരു ബ്രാൻഡ് ഷർട്ട് ഇടുക എന്നുള്ളതാണെന്നുണ്ടെങ്കിലും എന്നാൽ പോലും ഞാൻ പോയപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഓരോ വില കണ്ടു. അതായത് ജിമ്മിൽ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ആൾ പറഞ്ഞു, ബ്രോ എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യും, നിങ്ങളുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നോട്ട് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഷർട്ടോ ടീഷർട്ടോ അല്ലെങ്കിൽ എന്താണ് ഷോർട്സൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. ഇപ്പം എന്നെയും കൊണ്ട് പറ്റും അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും പൈസക്ക് നോക്കുമ്പോൾ എന്താ വെച്ചാൽ പഴയ ഇതിൽ 100 രൂപ നമ്മളുണ്ടെങ്കിൽ 2.5 രൂപ പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുക. നമ്മൾ കണ്ടോ നമ്മളെയും കൂടി പറ്റുന്ന രീതിക്ക് എല്ലാവരും കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ അതൊന്നും ഇപ്പോഴും നമ്മൾ റിക്കവർ തന്നെ ആയിട്ടില്ല. ഇപ്പം ഞാൻ ആ ബ്രാൻഡ് കടയിൽ പോയിട്ട് 30 കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ അവിടെ പോയപ്പോഴും ഇതിന് വില ചോദിച്ച് നടക്കുക, ഇതിലും കുറഞ്ഞ വില ഉണ്ടോ, ഇതിലും കാരണം ഒരു ഷൂവിൻ്റെ വില 11,000, 9,000, 8,000 രൂപയൊക്കെയാണ്. ഞാൻ ആ ഒരു പൈസക്ക് 2 കൊല്ലം പെരുന്നാൾക്ക് പെരയിലെ മൊത്തം ആൾക്കാർക്ക് ഞാൻ എടുക്കലുണ്ട്. അപ്പോൾ പിന്നെ അത് ഞാൻ അങ്ങോട്ട് തന്നെ ചിന്തിക്കുക. അങ്ങനെ അതിട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കംഫേർട്ടും അത് ഇടാനുള്ള സുഖവും ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു ഷൂ ഇട്ടപ്പോൾ അതിൻ്റെ ഞാൻ 8,000 രൂപേൻ്റെ ഷൂ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിന് ഒരു 3-4 കൊല്ലത്തിന് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല സുഖമുണ്ട് ഇടാൻ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഇങ്ങനെ പറ്റൂല. പിന്നെ ഞാനൊരു ടീഷർട്ട് എടുത്തത് ഏകദേശം 3,999 റുപ്യാണ്. ആ ടീഷർട്ടിന് ഞാൻ ഒരു വർഷം പൈസ ഉണ്ടാക്കുന്ന എന്തിനാ അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പിന്നിലേക്ക് ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇതിന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കും. അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്താ വെച്ചാൽ അൽഹംദുലില്ലാ ചിലപ്പോൾ നാളെ ഇതൊന്നും ഇല്ലാതെ വരാട്ടോ. അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ ഖേദിക്കൂല. ഒരു ദിവസം ഇതൊക്കെ ഞാൻ ചെയ്തല്ലോ പറയണോലുണ്ടാവും. പക്ഷെ ഞാൻ എന്താ ചിന്തിക്കാന്ന് ഒരു ദിവസമെങ്കിലും എനിക്ക് ഒരു ദിവസം അതൊക്കെ ഇടാൻ പറ്റിയല്ലോ, അതൊക്കെ വാങ്ങാൻ പറ്റിയല്ലോ, അതിൽ ഞാൻ പ്രൗഡാണ്. പിന്നെ നമ്മൾ ആരെയും പറ്റിച്ചിട്ടോ ആരെയും ചതിച്ചിട്ടോ ആരെയും വഞ്ചിച്ചിട്ടോ ആരെയും കട്ടിട്ടോ ഒന്നുമല്ല
നമ്മളിവിടെ നിൽക്കുന്നത്. ജീവിതം നമ്മൾ പഠിച്ചു വന്ന ആൾക്കാരാണ്. ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ആൾക്കാർ പറയും തുടങ്ങി പായാരും പറിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടില്ലെങ്കിലും ആൾക്കാർ പറയും ഓൻ്റെ ഒക്കെ ഒരു നില ഓന് അന്ന് എങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട്. ആദ്യം മുതലേ നമ്മുടെ ഉയർച്ചകൾ ഇങ്ങനെ കണ്ടുവന്ന വ്ളോഗേഴ്സിന് മാത്രമാണ് ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും ഇങ്ങോട്ട് എത്തുമെന്ന് വിചാരിച്ചില്ല. ആ സപ്പോർട്ട് നമുക്ക് ഇപ്പോഴും കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ അന്ന് രക്ഷപ്പെടാൻ വിചാരിച്ച ആൾക്കാരൊക്കെ ഇന്ന് നമ്മൾ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ സംസാരവും അവരൊക്കെ നമ്മൾ വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരാളെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക, അല്ലാതെ ഇങ്ങനെ കുശുമ്പും നമ്മള് എവിടെ എത്തൂല. അങ്ങനെ പ്രാർത്ഥിക്ക ഓല ആ നിലയിലെത്തില്ലേ, നാളെ നമ്മക്കും അങ്ങനെ എത്താൻ കഴിയട്ടെ എന്നുള്ള രീതിക്ക്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് അറിയാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ സാധനമാണ് വാഗ്ദാനങ്ങൾ. സന്തോഷം വരുമ്പോൾ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക, സങ്കടം വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, ഇനി ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കുക. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, രക്ഷപ്പെടാൻ പറ്റും. പിന്നെ അതിൽ മെയിനായിട്ട് ചേർക്കണത് എന്താ വെച്ചാൽ അടുത്തവൻ്റെ സമ്പാദ്യം അത് ഇതായി പോട്ടെ അല്ലെങ്കിൽ അതായി പോട്ടെ നമ്മൾ ചിന്തിച്ച് അതിലേക്ക് നമ്മളെന്താക്കരുത്, കൂടുതൽ മൈൻഡ് കൊടുക്കാതെ നമുക്ക് എങ്ങനെ അതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. കാരണം അതിനൊക്കെ നിങ്ങൾക്ക് ചിലവാകുന്നത് സമയം എന്നുള്ള കാര്യമാണ്. അവരെ വഴിക്ക് ഇങ്ങനെ പോകും. നമ്മുടെ സമയം നോക്കിയിട്ട് നിന്നില്ലാന്നുണ്ടെങ്കിൽ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല, നമുക്ക് നഷ്ടമാണ്, നമുക്ക് സ്ട്രെസ്സാണ്, പിന്നെ നമുക്ക് മെൻ്റലി ഒക്കെ ഔട്ടാവും. നമ്മൾക്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാ എന്ന് പറയാം, പഠിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഗൈസ്, നമ്മൾ ഇതുവരെ എത്തിയതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഞാൻ ഈ തീർത്തതൊക്കെ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അല്ല കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വെച്ചപ്പോൾ ഓളുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ഓള് സെറ്റ് ചെയ്തത്. ഞാൻ ഈ പേര കുടിയിരുന്നിടത്തോടും എൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കണേ. ഇതൊക്കെ ഓളോ പൈസക്ക് സെറ്റ് ചെയ്തതാണ്, ഒരുപാട് ദിവസത്തെ സെറ്റിംഗ് ആണ്. അപ്പോൾ ഫൈനലി ഇതാണ്, മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് വന്ന് വൈകുന്നേരത്ത് എത്തും. പിന്നെ ഒരു കല്യാണം ഉണ്ട്, മൊത്തത്തിൽ ഞങ്ങൾ അതിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.